ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പഴയ ട്യൂട്ടോറിയൽ വീഡിയോസിലൊക്കെ അത്യാവശ്യം കുറേ ഡൗട്ടുകളൊക്കെ പിന്നും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയും ഒരു രണ്ട് ടോപ്പിക്ക്, ഇതേപോലെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. അപ്പം ആ ഒരു ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കേസ് വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോർ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനലെടുത്ത് നോക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം കൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന ഡൗട്ടാണ്. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേനും, ബ്രോ സപ്പോസ് നമ്മളിപ്പോൾ 6th ഗിയറിൽ 80 കിലോമീറ്ററിൽ വരിക, അപ്പോൾ പെട്ടെന്ന് സ്ലോ ചെയ്ത് 30 കിലോമീറ്റർ ആക്കണം. അപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ട് ഒരു തവണ ക്ലച്ച് പുൾ ചെയ്തിട്ട് വിടാതെ തന്നെ 6th നിന്ന് 3rd ഇട്ടാൽ സീനുണ്ടോ? 3rd ഗിയറിൽ ആയിട്ട് മെല്ലെ ക്ലച്ച് വിടാൻ പറ്റുമോ? ഗൈസ്, ഇതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇതേപോലുള്ളൊരു ഡൗട്ട് തന്നെയാണ് നമുക്ക് ഈ വേറൊരു ബ്രോയും ചോദിച്ചിരിക്കുന്നത്. ആ ഡൗട്ടും ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ 5th ഗിയറിൽ 50 to 60 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂരെ ഒരു സിഗ്നൽ റെഡ് കണ്ടു, എനിക്ക് നിർത്തണം. അപ്പോൾ ഞാൻ ബ്രേക്ക് പയ്യെ അപ്ലൈ ചെയ്ത് ക്ലച്ച് പിടിച്ച് 5th നിന്ന് 4th എന്നിട്ട് 3rd നിന്ന് 2nd, 1st അങ്ങനെ ഒറ്റ ക്ലച്ച് പിടുത്തത്തിൽ തന്നെ 1st എത്തിച്ച് വണ്ടി കംപ്ലീറ്റ് സ്ലോ ആക്കി. ഇത് കറക്റ്റ് വേ ആണോ? ഗേസ്, ഇത് കറക്റ്റ് വേ ആണ്. പക്ഷേ ഇതിനൊരു 1-2 സ്ഥലത്ത് നമ്മൾ ഈ ഒരു തിയറി മാറ്റി പിടിക്കണം. അപ്പം ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ലൈക്ക് 80 കിലോമീറ്റേഴ്സിൽ തന്നെ വന്നുകൊണ്ടിരുന്നിട്ട് 80 എന്ന് പറയുന്ന ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് 30 ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഗിയർ 3rd ആക്കിയിട്ട് ക്ലച്ച് അപ്പോഴും തന്നെ വിടരുത്. അതായത് ആ ഒരു 80 അല്ലെങ്കിൽ ഒരു 80-70 തന്നെ പെട്ടെന്ന് 3rd 2nd വിട്ടിട്ട് ക്ലച്ച് വിടരുത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ടയർ ലോക്കായി നിങ്ങൾ തറയിൽ വീഴും. ഇപ്പോൾ പഴയ ബൈക്സൊക്കെ ആണെങ്കിൽ ടയർ ലോക്കായി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു സ്ലിപ്പർ ക്ലച്ചൊക്കെ ഉള്ള മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടയർ ലോക്ക് ആവത്തില്ല. പക്ഷേ വണ്ടിയുടെ ഒരു കൺട്രോൾ നമ്മൾ പെട്ടെന്ന് ഇനീഷ്യൽ ആ ഒരു ടോർക്ക് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ സ്പീഡ് പെട്ടെന്ന് കട്ടാവുന്നതായിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു ന്യൂബ് സ്റ്റൈലാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് വേ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഒരു തവണ എടുത്തതാണ്, പിന്നും നമ്മുടെ ആ ഒരു വീഡിയോ റെക്കോർഡായി കിട്ടിയില്ല. സോ ഞാൻ ഇട്ടു. ഇപ്പം ഞാനൊരു കയറ്റത്തിലാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 60 കയറി. എനിക്കപ്പോൾ കട്ട് ചെയ്തൊരു 2nd ഇടണം. എനിക്കൊരു 30-20 പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് 2nd കട്ട് ചെയ്ത് സ്ലോ ആക്കി ആ ഒരു 2nd ഗിയറിൻ്റെ സ്പീഡിലോട്ട് നമ്മുടെ വണ്ടി എത്തിച്ചിട്ട് നമുക്ക് ക്ലച്ച് വിടാം. അല്ലാതെ നമ്മളിപ്പോൾ 60 തന്നെ നിർത്തിക്കൊണ്ട് 2nd ഇട്ടിട്ട് ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ ടയർ ലോക്കാവും. സോ ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഐ മീൻ, ഗിയർ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഡൗൺ ചെയ്യുന്നതിൽ യാതൊരു വിഷയമില്ല. പക്ഷേ ഒരു 2nd എത്തുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് ഗിയർ ഡൗൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൽ നിന്ന് ഭയങ്കര ഒരു വൃത്തികെട്ട സൗണ്ടൊക്കെ വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണക്ക് ഓരോരോ ഗിയറായിട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിനും നല്ലതായിരിക്കും, ഗിയർ ബോക്സിനും നല്ലതായിരിക്കും. 5th ഗിയറിലൊക്കെ വന്നുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ 3rd ഇട്ടിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ ഗിയർ ബോക്സിന് അത് കംപ്ലൈൻ്റ് ആകും. ഇപ്പോൾ ഒരു 2 ഗിയർ വരെയൊക്കെ ഇപ്പോൾ 5th പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5th 4th 3rd ആക്കണമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഫുൾ ഗിയർ അത് 1st വരെയും ചവിട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗിയർ ബോക്സിന് ആ ഒരു 60 എന്ന് പറയുന്ന സ്പീഡിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അത്രയും ടോപ്പ് ഗിയറിൽ നിന്ന് ഏറ്റവും ലോവർ ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അത്ര സ്മൂത്തായിട്ടുള്ളൊരു ട്രാൻസിഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നിങ്ങളൊരു 2 ഗിയർ വരെയൊക്കെ മാക്സിമം ചവിട്ടിയിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ചതിന് ശേഷം ഗിയർ ഡൗൺ ചെയ്തു. സ്പീഡ് കുറച്ചതിന് ശേഷം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ബോക്സിനൊന്നും ആ ഒരു ഇഷ്യൂ ഒന്നും വരത്തില്ല. അത് കറക്റ്റ് വേ ഓഫ് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ കണ്ടൊരു ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേനും, നമ്മളിപ്പം ഈ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലാത്തൊരു ബൈക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ഏത് ഗിയറിലാണ് പോകുന്നതെന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ബ്രോ, അതിന് പറ്റിയ ഒരു വേ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഓരോ ഗിയേഴ്സിൻ്റെയും നേച്ചർ ഓരോന്നാണ്. സോ നമുക്ക് മനസ്സിലാകും. ഇപ്പം 1st ഗിയറിനെന്ന് പറയുമ്പോൾ ടോർക്ക് ഭയങ്കര കൂടുതലാണ്. 2nd ഗിയർ വരുമ്പോൾ ടോർക്കിൻ്റെ ആ ഒരു സ്പ്രെഡിങ് കുറച്ചുകൂടെ മാറും. 3rd ഗിയർ എന്ന് പറയുമ്പോഴത്തേനും വീണ്ടും അത്യാവശ്യം നല്ല ടോർക്കുള്ളൊരു ഗിയർ തന്നെയാണ്. അതായത് 1st 2nd 3rd എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടോർക്കുള്ളൊരു ഗിയേഴ്സ് തന്നെയാണ്. ഇപ്പം നമ്മളൊരു 4th പൊക്കോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ 4th ഇട്ടിട്ട് ഈ തേരി ഒന്നും കയറാൻ പറ്റത്തില്ല, വണ്ടി അറയ്ക്കും.
വണ്ടി അറച്ച് നമുക്ക് ആ ഒരു തേരി കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ വണ്ടി തേർഡിൽ കയറുമ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ കുറച്ചുകൂടെ ഒരു എന്താ പറയാനുള്ള കുറച്ചുകൂടെ ടോർക്ക് കിട്ടി വണ്ടി കുറച്ചുകൂടെ തേരി വലിക്കാൻ തുടങ്ങും. അപ്പം ഇങ്ങനത്തെ ടെക്നോളജി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത് ഈ ഫസ്റ്റ് 3 ഗിയർ ഇടുമ്പോഴത്തേനും വണ്ടി കുറച്ച് സ്ട്രെസ് ആവണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എൻ്റെ വണ്ടി തേർഡിലാണ് പോകുന്നത്. ഞാൻ ബ്രേക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടി നിങ്ങൾക്ക് കാണാം വണ്ടിയിലൊരു ബ്രേക്കിംഗ് ഉണ്ട്. ഞാൻ താഴെയും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ഇവിടെയും ബ്രേക്ക് പിടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാം. പക്ഷേ വണ്ടിക്ക് ഒരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി. ഇനി എന്ന് പറയുമ്പോൾ സെക്കൻഡിലോട്ട് ഇടാൻ പോവുകയാണ് ഞാൻ. സെക്കൻഡിലിടുമ്പോൾ കുറച്ചുകൂടെ ബ്രേക്കിംഗ് ആയി, ഒന്നുകൂടെ കൺട്രോൾഡായി. ഓക്കെ, ഫസ്റ്റിലിട്ടപ്പോൾ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത്രയും ഒരു ഫസ്റ്റിനൊക്കെ പോകാനായിട്ടൊരു സ്പീഡുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ആ സ്പീഡിന് മണ്ടയിലായിരുന്നു. ആ സ്പീഡിന് മണ്ടയിലായിട്ട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഇട്ടപ്പോഴത്തേനും വണ്ടി എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? അത് എൻജിൻ സ്ട്രെസ്ഡ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെസ് പോയിന്റിൽ നമുക്ക് മനസ്സിലാകും ഇത് ഏത് ഗിയറിലാണെന്ന്. ഇപ്പോൾ 4th 5th 6th എന്ന് പറഞ്ഞ ഗിയറിന് ഇങ്ങനൊരു വിഷയം വരത്തില്ല. ഇപ്പോൾ എനിക്ക് 20 സ്പീഡിൽ കണ്ടില്ലേ 5th ഇട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഡൗൺ ചെയ്ത് 4th ആകണം. 4th 4 സ്പീഡിൽ 17 സ്പീഡിൽ 4 ഗിയർ 4th ഗിയറിൽ 20 സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. 3rd ഗിയറിൽ 20 പോകാൻ പറ്റും. കാരണം അത് കുറച്ചുകൂടെ ടോർക്കി ആയിട്ടുള്ളൊരു ഗിയറാണ്. 2nd ഗിയറിലും പോകാൻ പറ്റും. അപ്പം ഈ ഒരു സ്പീഡിൻ്റെ ഒരു മെക്കാനിസവും അല്ലെങ്കിൽ ഈ ഒരു 40 + 50 പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4th മണ്ടയിലോട്ടായിരിക്കും എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ഏത് ഗിയറിലാണെന്ന്. പിന്നെ അതിന് ശേഷമുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇതിപ്പം 2nd ഗിയറാണ്, ഇതിപ്പോൾ 2nd ഗിയറാണ്, നേരത്തെ നമ്മൾ 4th അങ്ങനെ നേരത്തെ നമ്മൾ 3rd ഇത് നമുക്ക് പിന്നീട് നമുക്ക് ലോജിക്കലി കണക്റ്റ് ആവും. അപ്പം ഈ ഒരു സാധനം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭയങ്കര എന്താ പറയുക, ആസ് എ ബിഗിനർ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഒരു 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 പോയിൻ്റാണിത്. അതായത് ഇങ്ങനെ ഗിയേഴ്സ് ഏതിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അത് പേടിക്കണ്ട, അത് പയ്യെ മാറിക്കോളും. ഓടിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ മാറിക്കോളും ഗൈസ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ വാല്യുബിളായിട്ട് ഷെയർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഈ ഒരു വീഡിയോ സീരീസ്, അതായത് നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാന്. കാരണം കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഇത്രയും ഇത് വിചാരിച്ചില്ല. കുറേ നാൾക്ക് ശേഷം ട്യൂട്ടോറിയൽ വീഡിയോസ് വീണ്ടും ചെയ്തപ്പോൾ ഇത്രയും ഒരു സ്വീകരണം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇനിയുള്ള എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച മസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ കാണും. അതല്ലാത്ത ദിവസങ്ങളിൽ എനിക്കറിയത്തില്ല കേസ്. ഇപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ടൻറ്റ് ക്രിയേഷനും ഒക്കെ എങ്ങനെയൊക്കെ നടക്കും എന്നുള്ള ഒരു പ്ലാനും ഇല്ല. പക്ഷേ സാറ്റർഡേയ്സ് എനിക്ക് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. കാരണം സാറ്റർഡേ സൺഡേ ഈസ് ഓഫ്, വീക്കെൻഡാണ്, അപ്പം ഓഫാണ്. സോ സാറ്റർഡേ കാണാം ഗൈസ്, അടുത്ത സാറ്റർഡേ കാണാം. സോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോ കാണാം. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.